ആലപ്പുഴ പുന്നമടയിൽ വെച്ച് കഴിഞ്ഞ ദിവസം ദുരനുഭവം നേരിട്ട വിദേശ വിനോദസഞ്ചാരികളോട് ക്ഷമ പറഞ്ഞ ടാക്സി ഡ്രൈവർമാർ. മലേഷ്യൻ സ്വദേശികൾ സഞ്ചരിച്ച ടാക്സിക്കാരന്റെ ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് മർദ്ദിച്ചിരുന്നു. കേരളത്തിന്റെ അതിഥികളായി എത്തിയവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തിൽ സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകരുതെന്ന് ടാക്സി ഡ്രൈവർമാർ പറഞ്ഞു. ആലപ്പുഴ പുന്നമടയിൽ വെച്ചാണ് വിനോദസഞ്ചാരികളായ മലേഷ്യൻ സ്വദേശികളായ ഗുഗണേഷിയും കുടുംബവും സഞ്ചരിച്ച ടാക്സിക്കാരന്റെ ഡ്രൈവറെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മർദ്ദിച്ചത്. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനം. ரொம்ப பயந்து போயிட்டோம். ஸோ வீடியோ எங்களை எதுவும் பண்ணல. ஆனா என்னோட தம்பி வந்துட்டு he want to get down, but I hold his hand, don't get in trouble. தென் அந்த ஸ்கூட்டர் கை வந்துட்டு சொன்னாரு, லைக் அவர் ஃபேஸ் முன்னுக்கு பாயிண்ட் பண்ணி கத்துனாரு, நீ இதில் இன்வால்வ் ஆகாத அப்படின்ட்டு. ஸோ இன்கேஸ் if he get down or he say something, then definitely would happen. കേരളം കാണാനെത്തി മോശ അനുഭവം നേരിടേണ്ടി വന്നതിൽ നാടിനു വേണ്ടി ടാക്സി ഡ്രൈവർമാർ ഗുഗണേഷിയോടും കുടുംബത്തോടും നേരിട്ട് ക്ഷമ പറഞ്ഞു. மன்னிச்சிலங்க, ரொம்ப நன்றி. நம்ம இவ்வளோ கோஆப்ரேட் பண்ணி எல்லாയിടത്തും പോയതിൽ ரொம்ப നന്ദി ഇருக்கு. ഇത്തരം സംഭവങ്ങൾ കേരളത്തെക്കുറിച്ച് മോശം പ്രതിച്ഛായ ഉണ്ടാക്കും. അതിനാലാണ് നേരിട്ട് കണ്ട് ക്ഷമ പറയാൻ എത്തിയതെന്ന് ഡ്രൈവർമാർ പറഞ്ഞു. ഇങ്ങനെയുള്ള പെരുമാറ്റം കാരണം നമുക്കും ഞങ്ങളെ എല്ലാവരെയും ബാധിക്കുന്നതാണ്. ഈ അവസ്ഥ മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഡ്രൈവേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഗസ്റ്റിനെ ഒന്ന് മീറ്റ് ചെയ്യാനും ഞങ്ങളുടെ ഭാഗം ഒരു മാപ്പ് പറയാനും സമയം കണ്ടെത്തി വന്നത്. സംഭവം മാനസിക വിഷമം ഉണ്ടാക്കിയെങ്കിലും കേരളത്തിലേക്ക് വീണ്ടും എത്തുമെന്ന് ഗുഗണേഷി പറഞ്ഞു. My parents haven't know about it. They won't allow me in future to come Kerala. I mean, definitely will come back, but for now I'm just like a bit traumatized lah. മോശം അനുഭവം ഉണ്ടായിട്ടും മനുഷ്യത്വം എന്തെന്ന് കാട്ടിത്തന്നാണ് ഗുഗണേഷിയും കുടുംബവും മടങ്ങിയത്. ഒരു ഭക്ഷണം ഇന്നലത്തെ കഴിക്കുന്ന ഒരു 3:30-4 മണിയായി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് 4 മണിയായി അവർ ഫുഡ് കഴിച്ചു. ഇവരെൻ്റെ കൂടെ നിന്നു, ഡ്രൈവേഴ്സുമാരുടെ കൂടെ നിന്നു. കാരണം അവരുടെ സൈഡ് സീനാണ് പോകുന്നത്. ഇത്രയും പൈസ കൊടുത്ത് ഇവിടെ വന്നിട്ടും നമുക്ക് വേണ്ടി ഞങ്ങളുടെ ഒപ്പം നിന്നു. അതിദേവോ ഭവ എന്നാണ് നമ്മളുടെ ആപ്തവാക്യം. ഇവിടെ എത്തുന്ന എല്ലാവരെയും നല്ല രീതിയിൽ നമ്മൾ പരിചരിക്കും. പക്ഷേ ഇത്തരം അനുഭവങ്ങൾ അത് നമുക്ക് തന്നെ തിരിച്ചടിയാകും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ഡ്രൈവർമാരെല്ലാം ഇവിടെ ഒത്തുകൂടി ആ അതിഥിയോട് അവർക്കുണ്ടായ ആ അനുഭവത്തിന് മാപ്പ് പറഞ്ഞിരിക്കുന്നത്. ഹാപ്പി ജേർണി. വിനു തോമസിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.